ബി ജെ പിയുടെ തന്ത്രമല്ലല്ലോ, ഇതൊരു രാഷ്ട്രീയ തന്ത്രം. CPM ഒരു വിഷയം എടുത്ത് അത് രാഷ്ട്രീയമാക്കാൻ നോക്കി. അതിനകത്ത് BJPയെ പെടുത്താനാണ് നോക്കിയത്. BJPയെ പെടുത്താനെന്ന് പറഞ്ഞാൽ വന്നില്ലേ, MLA പോലും ഒരു കൗൺസിലറായിട്ട് ജയിച്ച ആൾ MLA ഓഫീസിൽ നിന്ന് ഇറക്കി വിടാൻ ശ്രമിക്കുന്നു എന്നുള്ള ഒരു വാർത്ത, അത് പൊളിച്ചവർ. കാരണം MLA ഓഫീസിൽ നിന്ന് ഇറക്കി വിടാനല്ല, ഇപ്പം ശാസ്തമംഗലത്താണ് ഈ ഓഫീസ്, ഇത് കൗൺസിലർക്ക് ഇരിക്കേണ്ട ഓഫീസാണ്. അവിടെ ഈ പറഞ്ഞ ഇത്രയും കാലം 42 കൊല്ലം കൊണ്ടുള്ള സ്വാധീനം വെച്ചിട്ട്, ഒരുപക്ഷെ നേരത്തെ BJP കൗൺസിലർ ആണോ അതെനിക്ക് വ്യക്തതയില്ല, ആണെങ്കിലോ അല്ലെങ്കിൽ CPM കൗൺസിലർ ആണെങ്കിലോ അയാൾ ഇന്ന മൂലയ്ക്കോട്ട് ഇരുന്നാൽ മതി, ഞാൻ അവിടെ ഇരുന്നു കൊള്ളാം, അങ്ങനെ ഒക്കത്തുള്ളൂ എന്നുള്ള രീതിയായിരുന്നല്ലോ. കാരണം കോർപ്പറേഷൻ അവരുടെ കയ്യിലായിരുന്നല്ലോ. അപ്പോൾ അതിനുശേഷം ഇപ്പം ഇവർ വന്നപ്പോൾ ഇവർക്ക് തമ്മിൽ നല്ല ബന്ധമാണ്, കുടുംബ ബന്ധമാണ്. മകൻ്റെ കല്യാണം നടന്ന സമയത്ത് ഇവർ പോലീസിലിരിക്കുന്ന സമയത്ത് ആ സ്റ്റേജിൽ നിന്ന് ആദ്യം അവസാനം വരെ ഒരു കാർമ്മികത്വം വഹിക്കുന്ന പോലെ വഹിച്ച ആളാണ് പ്രശാന്ത് എന്ന് പറയുന്ന മേയർ. അപ്പോൾ അയാളുടെ അടുത്ത് പേഴ്സണലിയാണ് ഇവർ സംസാരിക്കുന്നത്. ഓഫീസ് ഒന്ന് ഒഴിഞ്ഞു തന്നാൽ വേറെ എങ്ങോട്ടെങ്കിലും മാറി, എനിക്ക് അതിനകത്തിരുന്ന് കാര്യങ്ങൾ വൃത്തിയായിട്ട് ചെയ്യാം, ഞാൻ ഒരു ജനപ്രതിനിധി എന്നുള്ള രീതിയിൽ ജനങ്ങളെ സേവിക്കുന്നതിന് വേണ്ടി തന്നെയാണ്. അപ്പം അവരുടെ ആവശ്യങ്ങൾ വന്ന് പറയാൻ പറ്റുന്ന ഒരു ഇടം അവർക്ക് ഉണ്ടാക്കണമല്ലോ. അതിനുവേണ്ടി പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഇയാൾ എടുത്ത് പബ്ലിക്കിലാക്കി അങ്ങ് എൻ്റെ അടുത്ത് പറഞ്ഞ് ഒഴിയണമെന്ന്. അത് കോർപ്പറേഷൻ്റെ കെട്ടിടമായതുകൊണ്ടല്ലേ, കോർപ്പറേഷൻ അവരുടെ കയ്യിലോട്ട് കിട്ടിയപ്പോഴത്തേന് കണ്ടില്ലേ ധാർഷ്ട്യം എന്നുള്ള രീതിയിലേക്ക് രാവിലെ തൊട്ടേ വാർത്തയായില്ലേ, മന്ത്രിമാർ മൊത്തം ഇറങ്ങിയില്ലേ, പിണറായി വിജയൻ ഒഴിച്ച് ബാക്കിയുള്ളവരെല്ലാം സംസാരിച്ചില്ലേ, പിണറായി വിജയൻ്റെ തലച്ചോറായിരിക്കുമെന്ന് ഇതിൻ്റെ പുറകിലെന്ന് നമ്മൾ വിചാരിക്കുന്നു, CPM തലച്ചോറാണ്. അപ്പം ഇവരിത്രയും വിചാരിച്ചില്ലേ, പോലീസല്ലേ, പോലീസിൻ്റെ ബുദ്ധിയല്ലേ ഉള്ളതുള്ളൂ.